ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിവെന്റീവ് മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു പ്ലാന്റിനകത്ത് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു 4 പോയിന്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബേസിക് ആയിട്ട് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും പലപ്പോഴും നമ്മൾ ഇൻഡസ്ട്രീസിൽ പോകുമ്പോൾ അവിടുത്തെ പ്ലാന്റിൽ നമ്മൾ കൺട്രോൾ പാനൽസ് നോക്കിയാൽ മനസ്സിലാവും വളരെ വേഴ്സ്റ്റ് കണ്ടീഷൻസിലായിരിക്കും അതായത് അവർ പ്ലാന്റ് തുടങ്ങുമ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ള അതേ കണ്ടീഷൻസിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അത് പലപ്പോഴും റെഗുലർ ആയിട്ടുള്ളൊരു ക്ലീനിങ് നടക്കുന്നുണ്ടാവില്ല. അത് മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ നമ്മുടെ കോമ്പോണൻസ്, പ്രത്യേകിച്ച് ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള PLC, VFD, HMI അല്ലെങ്കിൽ അത്തരം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് സ്വാഭാവികമായിട്ടും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കൺട്രോൾ പാനൽസ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 months 6 months നമ്മളതെല്ലാം ക്ലീൻ ചെയ്ത് ബ്ലോവർ, വാക്യൂംസ് എല്ലാം അടിച്ച് നമ്മളതിനെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൂടുതൽ ലൈഫ് നമുക്ക് ആ ഒരു പാനലിൽ കിട്ടുള്ളൂ. പാനൽ മാത്രമല്ല, ഒരു കൺട്രോൾ പാനലിൽ അറിയാലോ, ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ ടോട്ടലി പ്ലാന്റ് തന്നെ നമുക്ക് നിർത്തിയിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു പ്ലാന്റിൽ ഇൻഫ്രാസ്ട്രക്ചറിന് നിങ്ങൾ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് കൺട്രോൾ പാനലിലും കൊടുക്കേണ്ടത്. അവിടെയുള്ള ഒരു കോമ്പണൻറ്റ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ് നിർത്തിയിടേണ്ടി വരും എന്നുള്ളത് ആലോചിക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുള്ള ചില പ്ലാന്റ് ഉണ്ട്, ചില ഹൈ റേഞ്ച് ഏരിയകളിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിങ്ങളുടേതായിട്ടുള്ള പ്ലാന്റിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് അധികം വരാറുണ്ടോ. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിലായിരിക്കും വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റെയിനി സീസണിലൊക്കെ ആണെങ്കിൽ മഴക്കാലത്ത് ചിലപ്പോൾ കൂടുതൽ ഫ്ലക്ച്വേഷൻസ് വരാൻ സാധ്യത ഉണ്ടാവും. അത് അവരവരുടെ പ്ലാന്റിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് പീരീഡിലാണ് അങ്ങനെ വരാൻ സാധ്യതയുള്ളത്, വരുന്നുണ്ടോ എന്നുള്ളത്. ഇനി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ്, സ്പൈക്സ് വരുന്ന സമയത്ത് അതിന് പ്രിക്വേഷൻസ് ആയിട്ടുള്ള മെയിൻ്റനൻസ്, അതിൻ്റെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻപുട്ട് ചോക്ക്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ്, അല്ലെങ്കിൽ സ്റ്റെബിലൈസർ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ജനറേറ്റർ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ സേഫ് ആക്കിയിട്ട് അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കണം. ഇൻ കേസ് എന്തെങ്കിലും ഇത്തരം ഒരു സ്പൈക്സ് വരുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റ് നിങ്ങളുടെ പ്ലാന്റിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് രണ്ടാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത്. അടുത്തത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്, എസ്പെഷ്യലി VFDs ഒക്കെ നിങ്ങളുടെ പ്ലാന്റിൽ ധാരാളം ഉണ്ടെങ്കിൽ അതിനകത്താണ് ഇത് കൂടുതലായിട്ട് കാണാൻ കഴിയുക. അതേപോലെ PLC, HMI ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് അലാറംസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വാർണിങ്സിനെ കുറിച്ചാണ്. എല്ലാ ഡിവൈസസും ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ഡിവൈസസിന് എല്ലാത്തിനകത്തും ഇൻഡിക്കേഷൻസ് ഉണ്ട്. അലാറംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, വാർണിങ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പല പ്ലാന്റിലും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഡിവൈസസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അവിടുത്തെ ടെക്നീഷ്യൻസോ അല്ലെങ്കിൽ സംടൈംസ് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇത്തരം ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റീസൺ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പലപ്പോഴും അറിയാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ റീസെറ്റ് ചെയ്തിട്ട് അടുത്ത വർക്ക് കണ്ടിന്യൂ ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. അത് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്തരം അലാറംസ് എല്ലാം ഓരോ സിംറ്റംസ് ആണ്, വരാൻ പോകുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു ഹിൻഡ് അല്ലെങ്കിൽ നമുക്കൊരു സൂചനയാണ് തരുന്നത്. അപ്പോൾ നമ്മൾ അതിന് പ്രിക്വേഷൻസ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് നടപടി എടുക്കണമെങ്കിൽ, അതിനകത്ത് പ്രിക്വേഷൻസ് എടുക്കണമെങ്കിൽ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വർക്ക് മുമ്പോട്ട് പോകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മെയിൻ്റനൻസിനുള്ള സാധ്യതയുണ്ട്, ആ ഡിവൈസ് ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇത്തരം അലാറംസ് വരുന്ന സമയത്ത് അത് നോട്ട് ചെയ്യുകയും അത് എന്തുകൊണ്ട് വന്നു, അതിൻ്റെ കാരണം എന്താണ്, ഇതൊരു എഫക്റ്റാണ്, ആക്ച്വലി അതിൻ്റെ കോസ് മറ്റൊന്നായിരിക്കും. അപ്പോൾ ആ കോസ് കണ്ടെത്തിയിട്ട് റെക്ടിഫൈ ചെയ്യുക, എങ്കിൽ ആ ഡിവൈസസ് എപ്പോഴും ഹെൽത്തി ആയിട്ട് നിലനിൽക്കും. പ്ലാന്റ് നിങ്ങൾക്ക് ഒരു കാരണവശാലും ആ ഒരു റീസൺ കൊണ്ട് നിർത്തിയിടേണ്ടതായിട്ട് വരില്ല. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ദീർഘകാലമായിട്ട്, അതായത് ലോങ് പീരീഡിൽ നമ്മളൊരു എക്യുപ്മെൻറ്റ് വാങ്ങുകയോ ഒരു പ്ലാന്റ്, ഒരു മെഷീനറി വാങ്ങുകയോ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ എക്യുപ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ആ പാനലിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്, ഡിസ്കണ്ടിന്യൂഡ് ആവാൻ സാധ്യതയുണ്ട്. അത്തരം ഡിവൈസസ് നിങ്ങൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകിൽ അതിൻ്റെ സ്പെയർ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക, അല്ലെങ്കിൽ ആ ഡിവൈസസിനെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് ലേറ്റസ്റ്റ് മോഡലിലേക്ക് കൊണ്ടുവരിക.
അതിൻ്റേതായിട്ടുള്ള ചാലഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൺസൾട്ടൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാനും പാടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള പ്രോസസ്സ് ചിലപ്പോൾ നിർത്തിയിടേണ്ടതായിട്ട് വരും. അപ്പോൾ എനിവേ ആ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്തി പുതിയ ടെക്നോളജിയിലേക്ക്, അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഭാവിയിൽ നിങ്ങൾക്ക് ഇത്തരം പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഡിസ്കണ്ടിന്യൂഡ് പ്രൊഡക്റ്റിൻ്റെ പുറകിൽ നിങ്ങൾ പിന്നീട് ഓടേണ്ടതായിട്ട് വരും. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. പലപ്പോഴും പ്ലാന്റിൽ ആ കാര്യം ചെയ്യാറില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ബഡ്ജറ്റ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു വിഷയമാണ്. പറയാൻ പോകുന്നതൊന്നുമില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റിനകത്തുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ ലിസ്റ്റ് എടുക്കുക. ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അത്തരം ആപ്ലിക്കേഷനിൽ വരുന്ന PLC ആയിക്കോട്ടെ, VFD ആയിക്കോട്ടെ, HMI ആയിക്കോട്ടെ, അത്തരം ഏതൊക്കെ ഡിവൈസസ് ആണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്ലാന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക. ആ ഐറ്റംസ് മിനിമം ഒരെണ്ണമെങ്കിലും നിങ്ങൾ സ്റ്റോക്കിൽ കീപ്പ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണവശാൽ പ്ലാന്റ് നിർത്തിയിടേണ്ടതായിട്ട് വരില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിലവിലുള്ള സ്റ്റോക്കിലുള്ള ഐറ്റം എടുത്ത് റീപ്ലേസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ടൈം ഫ്രെയിം കൊണ്ട് എക്സിസ്റ്റിംഗ് ഫെയിലിയർ ആയിട്ടുള്ള ഐറ്റം റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്തെടുക്കുകയോ എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ വരുമ്പോഴാണ് നിങ്ങൾ ഇത് അന്വേഷിച്ച് പോകുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് എക്സ്പെൻസും വളരെ കൂടുതലായിരിക്കും. പ്രൊഡക്റ്റ് അവൈലബിൾ ആവണം എന്നില്ല. പിന്നെ അതിൻ്റെ സപ്പോർട്ട്, അതിൻ്റെമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാനും എല്ലാത്തിനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിലവിലുള്ള ഐറ്റംസ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുക. അതിൻ്റെ പ്രോഗ്രാം ബാക്കപ്പ് സെറ്റ് ചെയ്ത് വെക്കുക. ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ റെഡിയാക്കി വെക്കുക. ഇതാണ് അവസാനമായിട്ടുള്ള ഒരു പോയിന്റ്. ഇപ്പോൾ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. 4 പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ക്ലീൻ ചെയ്യുക. അതുകൂടാണ്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് നിങ്ങൾ ചെയ്യുക. അതുകൂടാണ്ട് നമുക്ക് എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് മെയിൻ്റനൻസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. പിന്നെ ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. ഈ മിനിമം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് അറ്റ്ലീസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സഡൻ ആയിട്ട് ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. പ്രൊഡക്ഷൻ നിർത്തിയിടേണ്ടതായിട്ട് വരില്ല. നമുക്ക് ഒരു കാരണവശാലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു എമർജൻസി ഘട്ടത്തിൽ ഓടേണ്ടതായിട്ടും വരില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്